വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് നിഫ്റ്റി പി റേഷ്യോ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നിഫ്റ്റി പി റേഷ്യോ എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. ഈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ചെറിയ വെബ്സൈറ്റാണ്, പക്ഷേ ഇതിനകത്ത് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഭയങ്കര വാല്യൂബിൾ ആണ്. ഞാൻ ഈ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിഫ്റ്റിയുടെ കറണ്ട് വാല്യൂഷൻ ചെക്ക് ചെയ്യാനായിട്ടാണ്. ഇതിൽ ഹിസ്റ്റോറിക്കലായിട്ട് 99 മുതലുള്ള ഡേറ്റയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിഫ്റ്റിയുടെ പി മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 99 മുതൽ 2019 വരെ അവരൊരു ബാർസ് രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ഗ്രീൻ എന്ന് പറഞ്ഞാൽ പി മൾട്ടിപ്പിൾ അട്രാക്റ്റീവ് ആയിരുന്നു, അതുപോലെ റെഡ് ആവും തോറും പി മൾട്ടിപ്പിൾ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഗ്രീൻ എന്ന് പറയുന്നത് പോസിറ്റീവും റെഡ് എന്ന് പറയുന്നത് നെഗറ്റീവുമാണ്. സോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പി മൾട്ടിപ്പിൾ കൂടിയ 25 മേലെ പോയപ്പോഴെല്ലാം മാർക്കറ്റ് താന്നിട്ടുണ്ട്. സോ അത് കഴിഞ്ഞ് പിന്നെ അതൊരു ഗ്രീൻ ആയിട്ടുമുണ്ട്. അതുപോലെ 2008 നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്ത് നിഫ്റ്റിയുടെ പി മൾട്ടിപ്പിളിൻ്റെ അപ്പം ആവറേജ് എന്ന് പറഞ്ഞാൽ 25 ആയിരുന്നു. അതിനുശേഷം അത് പിന്നെ കറക്റ്റ് ചെയ്ത് താഴോട്ട് പോയി അത് ഗ്രീനായി. അതിനുശേഷം പിന്നെയും 2015 അത് റെഡ് ആയിരുന്നു, പിന്നെ അത് ഒന്ന് കറക്റ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ 2016 കഴിഞ്ഞാൽ പിന്നെ അത് ഗ്രീൻ വന്നിട്ടേ ഇല്ല. അതായത് മാർക്കറ്റ് പിന്നെയും കയറിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നതെന്നാണ് അതിനർത്ഥം. ഇനി ആ ഡേറ്റ് തന്നെ ഒരു ചാർട്ട് രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിഫ്റ്റിയുടെ പി മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 2000 മുതൽ 2019 വരെയുള്ള ഡേറ്റ് അവർ കാണിച്ചിട്ടുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും പി മൾട്ടിപ്പിൾ എപ്പോഴൊക്കെ 25 മേലെ പോയിട്ടുണ്ടോ അതിനുശേഷം അത് താന്നിട്ടുണ്ട്. സോ ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഇത് 27-25 മേലെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ട് ആ 25 റേഞ്ചിലോട്ട് പോലും ഇത് വരുന്നില്ല. സോ അതായത് നമ്മുടെ മാർക്കറ്റ് ഇപ്പം അത്രയ്ക്ക് എക്സ്പെൻസീവ് ആയിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. സോ അതുപോലെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും നിഫ്റ്റിയുടെ പി ബി റേഷ്യോയുടെയും ഡിവിഡൻഡ് ഈൽഡിൻ്റെ ഒരു ചാർട്ടും അവർ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ നമുക്ക് കാണാൻ പറ്റും നിഫ്റ്റിയുടെ പി ബി റേഷ്യോ എന്ന് പറയുന്നത് 4 മേലെയും 5 മേലൊക്കെ പോകുമ്പോഴത്തേക്കാണ് അവർ റെഡിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ അത് അട്രാക്റ്റീവ് ആകുമ്പോഴത്തേക്ക് 3 താഴെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആണെന്നുള്ള രീതിയിൽ അവർ ഡാർക്ക് ഗ്രീനിലുമാണ് അത് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഡിവിഡൻഡ് ഈൽഡ് കൂടുമ്പോഴത്തേക്ക് അവരത് ഗ്രീനായിട്ട് കാണിച്ചിട്ടുണ്ട്, അത് കുറയുമ്പോഴത്തേക്ക് അത് റെഡിഷ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ അഗെയിൻ നിങ്ങൾ സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ നിഫ്റ്റിയുടെ 2001 മുതലുള്ള മന്ത്ലി റിട്ടേൺ അവർ ചാർട്ട് രീതിയിൽ കാണിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ചാർട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിഫ്റ്റി ഒരു മാസം കൊണ്ട് തന്നെ 5-10% ഒക്കെ എപ്പോഴൊക്കെയാണ് മൂവ് ചെയ്യുന്നുള്ളത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.